മ്യൂച്വൽ റെസ്പെക്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഇല്ലാത്ത റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നത് തന്നെയാണ് പൊതുവെ നല്ലത്. അല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെ ഫ്രീഡം ഇല്ലാണ്ടാക്കുക, പൊതുവെ ഇപ്പം കൺട്രോൾ ഭയങ്കര ഓവർലി ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ഒക്കെ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ പൊതുവെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നുകൊണ്ട് കുറേ ഇതുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ലാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ ഏർലി സൈൻസ് അറ്റ് ദ ഫസ്റ്റ് സൈനിൽ തന്നെ നമ്മൾ അവിടുന്ന് കട്ട് ഓഫ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫിനെ തന്നെ അത് എഫക്ട് ചെയ്യുന്ന ഒരു പോസിബിലിറ്റി ചാൻസ് ഉണ്ട്. സോ ടോക്സിക് റിലേഷൻഷിപ്സ് ഇൻ ജനറൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെ പെട്ടെന്ന് ഊരാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഓബ്വിയസ്ലി ടോക്സിക് ആകാൻ നമ്മൾ നിൽക്കൂല. ബട്ട് യാ അത് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെ യു ഷുഡ് ഓൾവേസ് ലൈക്ക് ടെൽ സമൺ അബൌട്ട് ഇറ്റ്. നമുക്ക് നല്ല സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടാവുക, നല്ല ഫ്രണ്ട്സ്. നിങ്ങൾ പറയുന്നത് പരസ്പരം അറിഞ്ഞ് ഔട്ട് ഓഫ് ദ റിലേഷൻഷിപ്പ് ഓൾസോ. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്താണെങ്കിലും യു ഷുഡ് ഹാവ് പ്രോപ്പർ സപ്പോർട്ട് സിസ്റ്റം. ലൈക്ക് വി ഹാവ് ടു ബി ഓപ്പൺ മൈൻഡഡ്. പക്ഷേ എന്ന് പറഞ്ഞാലും നമ്മൾ എല്ലാവർക്കും ഒരു ബൗണ്ടറി, അപ്പം ആ ബൗണ്ടറി വിട്ടിട്ട് വല്ലാണ്ട് ഇതാവേണ്ടതെന്ന് തോന്നുകയാണെങ്കിൽ ശ്രീലക്ഷ്മി ചേച്ചി പറഞ്ഞ പോലെ തന്നെ വിൽ ഹാവ് ടു ലീവ്. ഷീ സെഡ് ഇഫ് വി ഹാവ് എന്താ പറയുക ഗുഡ് സപ്പോർട്ട് സിസ്റ്റം ഔട്ട് ഓഫ് ദ റിലേഷൻഷിപ്പ്, ഔട്ട് ഓഫ് ദ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ രണ്ട് ഫ്രണ്ട്സ് ആണ് അല്ലെങ്കിൽ ഈ രണ്ട് ആൾക്കാർ തമ്മിലാണെങ്കിൽ ഈ ഒരാളുടെ എല്ലാം ഈ ആൾ മാത്രമേ വരുന്നത്, മറ്റേ ആൾ മാത്രമേ.